മിഥുനക്കൂറാണ്. മകയിരത്തിൻ്റെ അവസാനത്തെ 2 പാദവും തിരുവാതിരയും പുണർത്തിൽ മുക്കാലും ചേർന്നതാണ് മിഥുനക്കൂറ്. ഇവർക്ക് വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നവർ, അതുപോലെ റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്നവർ, വിദ്യാഭ്യാസം, കൺസൾട്ടിംഗ് ബിസിനസ് മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കൊക്കെ അനുകൂലമായിട്ടുള്ള അവസരങ്ങളുണ്ടാവും. ലഗ്നത്തിൽ ചൊവ്വയാണ്. അത് ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിക്കുകയും പ്രവർത്തനശേഷി കൂട്ടുകയും ഒക്കെ ചെയ്യും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാനുള്ള ധൈര്യവും സ്ഥൈര്യവും ഒക്കെ ഉണ്ടാകും. എന്നാൽ ക്ഷമയില്ലാതെ ചെയ്യുന്ന ചില അവിവേകങ്ങളെ കൊണ്ടുണ്ടാവുന്ന ചെറിയ ബുദ്ധിമുട്ടുകൾ വരുന്നേക്കാവുന്നതാണ്. അത് കണക്കിലെടുക്കേണ്ടതാണ്. ആഗസ്റ്റ് 5-ാം തീയതി മുതൽക്ക് ബുധൻ 2-ാം ഭാവത്തിലേക്ക് മാറുന്നതോടെ സാമ്പത്തിക കാര്യങ്ങൾ കുറച്ചുകൂടെ ഒരു വ്യക്തത വരും. പഴയ കുടിശ്ശികകൾ കിട്ടും. ശമ്പള വർധന പ്രതീക്ഷിക്കുന്നവരത് ഉണ്ടാകും. പഴയ സാമ്പത്തിക പ്രശ്നങ്ങൾ, അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ ഉണ്ടാകാനും സാധ്യത കാണുന്നുണ്ട്. ധനപരമായിട്ട് പുതിയ സമ്പാദ്യ പദ്ധതികൾ ആരംഭിക്കുന്നതിന് അനുകൂലമായിട്ടുള്ള സമയമാണ്. അനാവശ്യ ചെലവുകൾ നിയന്ത്രിച്ച് ഈ സമ്പാദ്യത്തിന് ഉദ്യമിക്കേണ്ട ഒരു കാലമാണിത്. ആരോഗ്യപരമായിട്ട് പൊതുവേ ആരോഗ്യം മെച്ചപ്പെടും. അമിതമായിട്ടുള്ള ജോലിഭാരണം കാരണമുണ്ടാകായേക്കാവുന്ന ക്ഷീണമോ ഉറക്കക്കുറവോ ഒക്കെ ചെറുതായിട്ടെങ്കിലും കാണാവുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ. കുടുംബപരമായിട്ട് വീടുമായിട്ടുള്ള ഒരു നല്ല ബന്ധമുണ്ടാകും. ചില പ്രത്യേക വിശേഷ തീരുമാനങ്ങൾ കുടുംബാംഗങ്ങളുമായിട്ട് ആലോചിച്ച്, പഴയ അഭിപ്രായ വ്യത്യാസങ്ങൾ മറന്ന് ആലോചിച്ച് ഒരു പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ചില തീരുമാനങ്ങൾ എടുക്കാനും സാധ്യത കാണുന്നുണ്ട്. പരിഹാരമായിട്ട് ഇവർക്ക് വിഷ്ണു സഹസ്രനാമം ജപിക്കുക, മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, ഇതൊക്കെയും അതുപോലെ ചൊവ്വാഗ്രഹത്തിനും ബുധനും വഴിപാടുകൾ നടത്തുകയോ അല്ലെങ്കിൽ അതിൻ്റെ ശാന്തി മന്ത്രങ്ങൾ ജപിക്കുകയോ ഒക്കെ ചെയ്യുന്നത് നന്നായിരിക്കും. വിദ്യാർത്ഥികൾക്ക് പുസ്തകങ്ങളും മറ്റുമൊക്കെ ദാനം ചെയ്യുക, പഠനോപകരണങ്ങളും ഒക്കെ ദാനം ചെയ്യുന്നതും പച്ചപ്പയർ ദാനം ചെയ്യുന്നതും ഒക്കെ അനുകൂലമായിട്ടുള്ള ഫലത്തിന് നല്ലതാണ്.